പഴമയുടെ രുചി പറ്റാണെങ്കിൽ ഇതുകൊണ്ട് ഏതുകൊണ്ടിലൊക്കെ തയ്ക്കണം. ഈ ചങ്കിന്റെ ഉള്ളിലിരുന്ന ആ ഒരു വേദന ഇവർക്കൊന്നും പിന്നെ വലിയ വീരല്ലോ വേദന. പക്ഷെ ഇതാണ് ഈ കാലാവസ്ഥ. യാമിക്കുട്ടി ഡോക്ടർ അയക്കണം ബൂബു. ഇന്നലെ മനസ്സിൽ കൊതി വന്നതാണ് കേട്ടോ, അരി വറുത്ത് പൊടിച്ചിട്ട് ചായയിലിട്ട് കുടിക്കാൻ. പക്ഷെ ഇന്നലെ ചെറിയ സാങ്കേതിക തകരാറ് മൂലം ഉണ്ടാക്കാൻ പറ്റിയില്ല. മുമ്പൊക്കെ ഞാൻ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ യാമിക്കുട്ടി ഉണ്ടായതിന് ശേഷം ഉണ്ടാക്കിയിട്ടില്ല തോന്നുന്നുണ്ട്. ഓളെല്ലാം ഉറക്കത്തിൽ അവൾ ഉറങ്ങി നിൽക്കുമ്പോഴത്തേനും ഇതിൻ്റെ പരിപാടി തീർക്കണം. ഇന്നലെ അതേന്നും സാങ്കേതിക തകരാറ്. പണ്ടൊക്കെ ഇതൊക്കെ എല്ലാവരുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന സാധനങ്ങളാണ്. ഇപ്പൊ പിന്നെ ഇതൊന്നും ഇല്ലല്ലോ. പണ്ട് കാതില്ലാത്ത ആ കറുത്ത ചട്ടിയിൽ പിന്നെ കഴുകാതെയാണല്ലോ അന്നൊക്കെ ഉണ്ടാക്കുക. ഇപ്പൊ പിന്നെ നമുക്ക് അരിയുടെ വർത്താനങ്ങളും ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ കഴുകാതെ ഇങ്ങോട്ട് തോന്നൂല. ചട്ടിയിൽ നമ്മൾ ഓരോ മണി ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ മണി പൊട്ടിപ്പൊരിയുമ്പോഴാണ് ഈ ചട്ടിയുടെ ചൂട് പാകാവ്. അപ്പം അരി പൊട്ടിപ്പൊരിയുന്നുണ്ട് കേട്ടോ. അപ്പം ചട്ടിയുടെ ചൂട് പാകമായി നടക്കും. പിന്നെ ഈ ചട്ടിയിൽ ഉണ്ടാക്കി ഈ ചട്ടി കേടരും എന്താണെന്ന് എനിക്കറിയില്ല. അല്ലാതെ കേടന്ന ചട്ടി ഇവിടെ ഇല്ല. അപ്പം അരി വറുത്തിട്ട് ചായയിലിട്ട് കുടിക്കുന്നതും അതിക്ക് തേങ്ങ ഇട്ട് കുടിക്കുന്നതും ഇത് പൊടിച്ച് ചായയിലിട്ട് കുടിക്കുന്നതൊന്നും വലിയൊരു റെസിപ്പി ഒന്നല്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിക്കുന്നല്ല കേട്ടോ ഈ ഒരു വീഡിയോയിൽ. വെറുതെ ഞാൻ യാമിക്കുട്ടിയുള്ളൊരു വൈകുന്നേരത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞു വ്ളോഗ്, ഒരു ഈവനിങ് വ്ളോഗ്. എനിക്ക് ഷോപ്പിൽ പോയിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ഞാനും യാമിക്കുട്ടി ഒറ്റയ്ക്കുള്ളതൊക്കെ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് തോന്നും ഒരു ദിവസത്തൊക്കെ വീഡിയോ എടുക്കണം. പക്ഷേ എന്നും നമ്മൾ ഇന്നത്തെ ദിവസം എങ്ങനെയാവുക എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഒട്ടും മൂടില്ലാതെ നീച്ചു തരാന്നുണ്ടെങ്കിൽ ഒരു കളി നടക്കൂല. അധികം നല്ല ഹാപ്പി ഗേളായിട്ട് അവള് നീച്ചു തരാം. അപ്പം ഞാൻ വേഗം എന്തായാലും ഇനി അരിമണി വറക്കട്ടെ. അപ്പോഴത്തേനും യാമിക്കുട്ടി നീച്ചു വരും. ഓന്റെ ദിനോസർ കുട്ടി നീച്ച് വന്നിക്കുന്ന ദിനോസറായിട്ടാട്ടോ. യാമിക്കുട്ടിക്ക് അരിമണി ചായയും വേണോ? ഓൾക്ക് അരിമണി ഇതും നമ്മൾ തിന്നുന്ന കുന്ത്രാണ്ടൊന്നും ഓൾക്ക് പറ്റൂല കേട്ടോ. ഈ പ്രായ മക്കളുള്ള എല്ലാ അമ്മമാർക്കുള്ള ടെൻഷനൊക്കെ അല്ലേ കുട്ടികൾ തിന്നാത്തത്. നമ്മൾ ഈ സാധാരണ ഫുഡുകൾ കൊടുത്താൽ തന്നെ ഓൾക്ക് വേണ്ടതൊക്കെ ഈ കിട്ടുമോ, അത് കിട്ടുമോ ഇത് കിട്ടുമോ നമുക്കൊരു ടെൻഷനായി. കൂടെ കഴിക്കണം കൂടി ഇല്ലെങ്കിൽ എന്താ അമ്മ തരാലോ. ഓൾക്കിതാ ഞാൻ എന്നും ഇപ്പോൾ ഗ്രിക്സോൻ്റെ സൂപ്പർ മിൽക്ക് കൊടുക്കലുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഓരോന്നിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് കൊടുക്കാൻ പറ്റുമോ പറ്റൂല അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ച് വീഡിയോ കണ്ടപ്പോൾ. അതുപോലെ ഇപ്പോൾ എന്തിനും ChatGPT ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ 25 ലക്ഷത്തിലധികം അമ്മമാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ന് കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും ധൈര്യമായിട്ട് കൊടുക്കാൻ തുടങ്ങി. ഇതുണ്ടല്ലോ 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. തണുത്ത പാലിലോ ചൂടുള്ള പാലിലോ ഒക്കെ കലക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഓരോ ബോട്ടിലും ഇങ്ങനെ ഒരു QR കോഡ് കേട്ടോ. അപ്പോൾ അത് സ്കാൻ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ പല ടെസ്റ്റ് റിപ്പോർട്ടുകളും നമ്മൾ എന്താണ് കുട്ടിക്ക് കൊടുക്കുന്നത്, എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ DHA അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ കുട്ടികളുടെ ഏർലി ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള വേൽമൂന്ന് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കാനും സഹായിക്കും. പിന്നെ പ്രധാനമായിട്ടും ഇതിൽ പ്രിസർവേറ്റീവും ഇല്ല, മാൾട്ടും ഇല്ല. കുടിക്കാം. നല്ലൊരു ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ആട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല. എങ്ങനെയുണ്ട്? ഫിനിഷ്. എങ്ങനെയുണ്ട് ചോക്ലേറ്റ് മിൽക്ക് എന്ന് പറഞ്ഞെടുത്താ? ഓരോ കുട്ടികളും വ്യത്യസ്തരാണല്ലോ. ഇപ്പോൾ ചിലർക്ക് ചില ഫുഡുകൾ പറ്റൂല, ചില ഇൻഗ്രീഡിയൻസ് പറ്റൂല. അതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ നോക്കി ഇപ്പൊ നിങ്ങളുടെ പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കൊടുക്കാം കേട്ടോ. അപ്പൊ യാമിക്കുട്ടിക്ക് യാതൊരു പ്രശ്നമില്ല. അവൾക്ക് ഇതിന്റെ ടേസ്റ്റും നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പി, യാമി ഹാപ്പി അല്ലേ യാമി? പോവാം നമുക്ക്. എന്റെ ചാവടിക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചെരുപ്പിടല്ലേ ഇതിട്ടിട്ടാണ് ബൂബുവിനെ കാണാൻ പോണ്. ഒരു ഡോക്ടറായത് ബൂബുവിനെ കാണിക്കാൻ പോവാ. യാമിക്കുട്ടി ഡോക്ടർ ആയിക്കണം കേട്ടോ. കഴിഞ്ഞ പൂരത്തിനായതാ അല്ലേ. ബൂബുടെ യാമിക്കുട്ടി ഡോക്ടർ ആയിക്കണം ബൂബു. ബൂബുക്കുട്ടൻ്റെ പൂവ് വിരിയുന്നുണ്ടല്ലോ. ഒരു പൂവ് വിരിയുന്നുണ്ട്. അന്ന് കുഴിച്ചിട്ടതാണ് ആ ബീസിലിട്ട്. അത് അതിൻ്റെ നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ബൂബു കിടക്കുന്നത്. അല്ലേ യാമി? എടുക്ക
ഡോക്ടറിനെ എടുക്കുക. വരുന്നുണ്ട്. അതൊന്നും വലിയൊരു തോട്ടത്തിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ കേട്ടോ. വലിയൊരു തോട്ടമൊന്നുമില്ല. ഇത് ഞങ്ങളെ സപ്പോട്ടന്മാരാണ്. സപ്പോട്ടമ്മ കുറേ സപ്പോർട്ട് അത് ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ച് കുഴിച്ചിട്ട കുറേ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. സപ്പോട്ട പിന്നെ ഇതാ ഇവിടെ ഒരു ചാമ്പക്കമരം ഉണ്ട്. അതൊക്കെ ബോഗൺവില്ലയാണ് കേട്ടോ. അപ്പുറത്തേക്കുള്ള ബോഗൺവില്ലയാണ് ഇപ്പുറത്ത് കുഴിച്ചിട്ടൊക്കെയാണ്. വലുതായാൽ പൂക്കളൊക്കെ ഉണ്ടാവാൻ. പിന്നെ ഇവിടെ ഇതാ അന്ന് നമ്മൾ വാങ്ങിച്ച ചക്കപ്ലാവ് ഇങ്ങനെ മുറിച്ചു കൊടുക്കണം തോന്നുന്നുണ്ടല്ലേ. പിന്നെ അതുപോലെ റംബുട്ടാൻ, യാമിക്കുട്ടിക്കുള്ള റംബുട്ടാനാണിതില്ലേ. പിന്നെ ഇതാ അവിടെ അബിയു കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അത് അടക്കാപ്പഴം, പിന്നെ അത് പറങ്കിമാവ്, പിന്നെ ഞങ്ങളെ 2000 ലിറ്ററിന്റെ ടാങ്ക്, പിന്നെ അതാ ഞങ്ങളെ ബൂബുക്കുട്ടനുമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ സൈഡായിട്ട് കുറച്ച് ഈ സ്നേക്ക് പ്ലാന്റുകൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ തൊടു, മണ്ണുള്ള സ്ഥലം. ആകെ 10 സെൻറ്റ് സ്ഥലമുള്ളൂ കേട്ടോ. മുറ്റവും പരിസരം കാണിച്ചു തരണം എന്ന് എല്ലാവരും പറയാലുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇതാ അവിടെ നമ്മളെ മാവ് ഉണ്ട്. പിന്നെ അതുപോലെ ഇതായി മുളച്ചെടി ഷെഫ്കുട്ടൻ മേടിച്ചത് കേട്ടോ. എവിടെ പൂത്? മോളില് പൂതുണ്ടോ? അങ്ങോട്ട് പോരാ, നമുക്ക് ഊഞ്ഞാലമ്മ ഇരിക്കാം. വെള്ളം ഉണ്ടോ? നമുക്ക് കുളിപ്പിച്ച് കുപ്പായം മാറ്റി തരാമല്ലോ മാമിക്കുട്ടിക്ക്. ഇവിടെ പിന്നെ അവരതിരാണ് കേട്ടോ. അപ്പോൾ ആ അതിര് ഞങ്ങളെ ഏരിയക്ക് വന്നപ്പോൾ അവിടെ കുറച്ച് ഭംഗിയിൽ ആക്കി വെച്ചതാണ്. ഞങ്ങളതൊരു ഷോ വാൾ പോലെ ആക്കിയെടുത്തു. ഞങ്ങളല്ല കേട്ടോ, ഞങ്ങളെ ഇത് തേക്കാൻ വന്ന ആള് ഞങ്ങൾക്ക് ചെയ്തു തന്നതാണ്. പിന്നെ അതിൻ്റെ അടിയിൽ ഇതാ ചേമ്പ് ചെടികളും. ഇവർക്കൊന്നും പിന്നെ വലിയ വീരല്ലല്ലോ, വേഗം ഉണ്ടാക്കും. പിന്നെ ഈ ഒരു പാറമ പടർത്താൻ വേണ്ടിയിട്ട് ഞാൻ കാറ്റ്സ് ക്ലോ നമ്മളെ നൈസാസ് വേൾഡ് ഉണ്ടല്ലോ, മുന്നീ നട്ടുവിളിക്കുക, മുനീറ എന്നാണ് പേര്. മഴ പെയ്യുന്നുണ്ട്. അയ്യോ മഴ പെയ്യുന്നുണ്ടല്ലോ യാമി. ഓളെ വീട്ടിൽ നിറയെ ബോഗൺവില്ലി, നിറയെ ചെടികളൊക്കെ ഉണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാനോളെ ആമ്പൽപ്പൂവെന്ന് കേട്ടോ പറയുക, കാരണം ആമ്പൽപ്പൂവിൻ്റെ വീഡിയോ വൈറലായ ആളാണ്. ബോളറ്റിന് മേടിച്ചതാണ് ആ ഒരു കാറ്റ്സ് ക്ലോ. ഇനി പാറമ പടർത്തിയിട്ട് അറിയാലോ മഞ്ഞപ്പൂക്കൾ ഉണ്ടാവണേ. അയ്യോ മഴ പെയ്യണ യാമിക്കുട്ടി. ഈ മുറ്റവും പരിസര പ്രദേശങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മരുഭാവാനായി മഴ പെയ്യാനായി കൊതു കുത്തുന്നുണ്ട് യാമിക്കുട്ടിനെ. ഞാൻ പോയിട്ട് അരമണിയും ചായ കുടിക്കട്ടെ. ഇവിടെ അമ്മ ലൈറ്റ് ഇട്ടിട്ട് വരട്ടെട്ടാ. യാമിക്കുട്ടി അകത്ത് കയറിയോ? ആ ഡോക്ടർ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോ? അപ്പൊ ടൗണിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് നമ്മളവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കാട്ടുമുക്കിൽ എങ്ങനെ കഴിയാന്ന് വിചാരിക്കും. പക്ഷെ എനിക്കിവിടെ നല്ല ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ തന്നെയല്ല, നമ്മളിവിടെ ഇങ്ങനെ ജീവിച്ച് നമ്മൾ ഇവിടെയായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാകും. നമുക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നമുക്കൊരു പേടിയും തോന്നൂല, നമുക്കൊരു ഇഷ്ടമാക്കാറ്. ഞാൻ മക്കളെ പോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു വീടിനോടുള്ള ഒരു ഇഷ്ടം കേട്ടോ. അതിനിടയ്ക്കൊക്കെ ഇക്കാക്ക് റോഡ് സൈഡിൽ വീട് വേണം, വേറെ കുറച്ച് നല്ല വീട് വേണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് വിൽക്കാൻ കുറേ പ്ലാൻ ചെയ്തിരിക്കണം കേട്ടോ. വിൽക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ നോക്കിയിരിക്കണം. പക്ഷെ അതൊന്നും അങ്ങോട്ട് നടന്നിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ വീട് വിറ്റതുമില്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾ വീട് മുകളിലേക്ക് എടുത്തു. പിന്നെ ഇത് വിൽക്കണം എന്നുള്ളൊരു ഇതായിരുന്നു ഇക്കാക്കൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെയും ആ വിൽക്കൽ നടക്കാത്ത കാരണം പിന്നെ വീട് മൊത്തത്തിലൊന്ന് മിനുക്കി എടുത്തു. പിന്നെ വീട് മിനുക്കൽ കഴിഞ്ഞതിന് ശേഷം ബൂബുക്കുട്ടൻ പോയി. ഇപ്പം ബൂബുക്കുട്ടൻ ഇവിടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, ഇനി ഒരിക്കലും ഈ വീട് വിൽക്കുന്ന കാര്യം നോക്കണ്ട, ബൂബുക്കുട്ടൻ ഇട്ടിട്ട് പോകാൻ പറ്റൂല എന്ന് പറയും. ബൂബുക്കുട്ടൻ പോയിട്ട് 1 വർഷം ആവാനായി. ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 മാസമായപ്പോഴാണ് എനിക്ക് നോർമലായിട്ട് അതിനൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. അതുവരെ എൻ്റെ ഈ ചങ്കിൻ്റെ ഉള്ളിലിരുന്ന ആ ഒരു വേദന, ആരെങ്കിലും ബുബു എന്ന് പറയുമ്പോൾ തന്നെ ഏത് സ്ഥലത്തായിട്ട് ടെക്സ്റ്റൈൽസിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരെന്നെ, അതായത് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ചങ്കിൻ്റെ ഇവിടെ സങ്കടം നിൽക്കുക കാരണം പെട്ടെന്ന് കണ്ട് കരച്ചിൽ വരുമായിരുന്നു. അതൊക്കെ മാറിയത് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ്. പിന്നെ എന്തിനാ അത് പറയണമെന്ന് അറിയും, ഇതേപോലെ വിഷമമുള്ളവരുണ്ടാവുമല്ലോ ഇങ്ങനത്തെ ബൂബുക്കുട്ടന്മാർ പോയവരൊക്കെ. അപ്പോൾ വിഷമം മാറാൻ ആ ഒരു സമയത്തേക്ക് മാറും. ഇപ്പോൾ 1 വർഷമൊക്കെ ആയപ്പോഴും ഒരു വിങ്ങൽ തന്നെയാണ് ഓനെ പറ്റി ആലോചിക്കുമ്പോൾ. എപ്പോഴും ആലോചിക്കും ബൂബുക്കുട്ടനുണ്ടെങ്കിൽ, ഇപ്പോൾ ബൂബുക്കുട്ടനുണ്ടെങ്കിൽ ചില സമയത്ത് ഇറുക്കി പിടിക്കാനൊക്കെ ഉണ്ട് കൊതിയാവും. പക്ഷെ ആദ്യത്തെ പോലെ ഇവിടെയുള്ള ആ ഒരു ഇത് അത് പോയി കിട്ടി. ഭയങ്കര പനിയുണ്ട്. പനി കൂടുതലുണ്ടോ? അയ്യോ സൂചി ഇല്ലാതെ പറ്റൂലേ? കിടത്തി ചികിത്സ ഉണ്ടാവും, ഇരുത്തി ചികിത്സ ഉണ്ടാവും. ചിലപ്പോൾ ഓളാക്കരി രോഗി, അപ്പം നമ്മൾ ഡോക്ടർ ആവണം. സൂചി വേണ്ട ഡോക്ടർ പ്ലീസ്. അമ്മേ അമ്മേ. ഓക്കെ താങ്ക് യു. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഒരു കളി കളിച്ചാൽ പിന്നെ ഒരു 200 വട്ടം ആ കളിയിലേക്ക് ഞാൻ എല്ലാ ജോലികളും ഒരിക്കൽ ഓളെ പിന്നാലെ നിൽക്കല. പിന്നെ ഇക്ക വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ ഏൽപ്പിച്ചിട്ട് ഇക്ക ഓളെ പിന്നാലെ നിൽക്കല. അങ്ങനെയാണ് ഞങ്ങൾ ഓളെ നോക്കല്. കാരണം ആരും ഇല്ലാത്തല്ല. അപ്പോൾ കുട്ടികളങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എമ്മിലോട്ടി അത് മുഖഭാവം കണ്ട പനി കുടിച്ച് ഇപ്പം ചാകുന്നുള്ള ഭാവത്തിലൊക്കെ അങ്ങനെ അത് എടുക്കുമ്പോൾ. പങ്കെടുക്കാനായി നമുക്ക് കുളിച്ച് ഫ്രഷ് ആവുക. യാമിക്കുട്ടി ഞാൻ പറഞ്ഞില്ലേ, വിചാരിച്ച പോലെ ഒന്നും നടക്കൂല കേട്ടോ. ഞാൻ കുറേ കാര്യങ്ങൾ കാണിച്ചു തരണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ ആളെപ്പോഴും കൂർപ്പൊക്കെ മുന്നേക്കായിട്ട് വരണോൾക്ക്. ഓക്കെ, താങ്ക് യു. ഇത് കഴിഞ്ഞില്ലേ, ഞാൻ പോവാണ്. അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. അരിമണി ചായയും വേണോ യാമിക്കുട്ടിക്ക്? കുറച്ച് അരിമണി, ഒരു സ്പൂണ് തേങ്ങ, നല്ല മധുരമുള്ള ചായ. ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകൊണ്ട് കുതിരണം കേട്ടോ. അതുപോലെ നമ്മളെ പണ്ടത്തെ വലിയ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ കുടിക്കുക. കാരണം അത് കുതിർന്ന് കഴിഞ്ഞാൽ അതിലുകൊണ്ട് ഫില്ലാവും. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ കഴിക്കാൻ കൊതിച്ച സാധനം, പഴമയുടെ രുചി. പണ്ടൊക്കെ ഇപ്പം നമുക്ക് ഏതെങ്കിലും അതുമാണ് അങ്ങനെയുള്ള ഒന്നും ഇല്ലല്ലോ. കുറേ ഫുഡുകളൊക്കെ അറിയാൻ തുടങ്ങി തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ചുറ്റുവട്ടത്തിലുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ഇതൊക്കെ ഉണ്ടാക്കാൻ പിന്നെ വീട്ടിലെപ്പോഴും അരി ഉണ്ടാവും, പഞ്ചസാര ഉണ്ടാവും, വറുക്ക ചായലിടുക, കഴിക്കുക. പിന്നെ മിക്സിയൊക്കെ വന്നതോടുകൂടി പൊടിക്കലും കൂടി തുടങ്ങി മാത്രം. അമ്മ കഴിച്ചു നോക്കിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. തത്താമണിയാ തപ്പും ദിനോസറിനെ കാണിച്ചെടുത്താ മോനെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിച്ച് കിടക്കും. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. അയർലൻഡിൽ പോയി വെളുത്ത് തുടുത്തുക്കൊണ്ടോന് ബോംബാവാൻ ഞാൻ മതി. ഉറങ്ങിക്കട്ടോ, നല്ല തട്ടാൻ പാടില്ല, ബിസിയാണ്. മഴ കഴിഞ്ഞിട്ട് നല്ലൊരു മഴയും ഇടിയും ഒക്കെ വന്നിട്ടുണ്ട്. മഴയുടെ ആ ഒരു ശബ്ദം കേൾക്കാനുണ്ടോ? ഇതാണ് രാത്രി മഴ കേട്ടോ. പപ്പ വന്നിട്ടുള്ള കളികളാണ് ഇതൊക്കെ. പപ്പക്ക് ഇന്ന് നല്ല സ്ട്രോങ് കളികളാണ്. തലമ നൃത്തമാടും. ഇതാണ് ഊഞ്ഞാൽ സെക്ഷൻ. അതവിടെ വെച്ചാണ്. ഹായ്, ഹലോ, ഹായ്, how are you? കുടിച്ചോ. How are you? Yes. Okay. ഇനിയിപ്പോൾ ഓല് രണ്ടാളും അവിടെ കളിക്കട്ടെ. ഇപ്പൊക്ക് തയ്യൽക്കടയിലാണ് കേട്ടോ പരിപാടി. പുറത്തെല്ലാം മഴ ഇടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അധികം സമയമില്ല കേട്ടോ. ഇക്ക വന്ന് ഭക്ഷണം കഴിച്ച് വന്നപ്പോഴത്തേന് നേരം വൈകി. ഇനിയിപ്പോൾ ഡ്രസ്സ് തയ്ക്കാൻ നിൽക്കണം. ജസ്റ്റ് കട്ടിങ്ങെങ്കിലും ചെയ്തേക്കാമല്ലോ. ഇതെനിക്ക് പെരുന്നാളിന് എടുത്തത്, പക്ഷെ ഇതുവരെ തയ്ച്ചില്ല. ഇനി ഇത് പിറന്നാളിനാക്കേണ്ടി വരും. പ്ലെയിൻ വെൽവെറ്റ് കൊണ്ട് ഷോളും പിന്നെ ഈ വർക്ക് വരുന്നതുകൊണ്ട് ടോപ്പുമാണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഒക്കെ തോന്നി വെൽവെറ്റിന്റെ ഷാള് വാണ്ടഞ്ഞ് ആകെ ബുദ്ധിമുട്ടാവുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നല്ല ക്രേപ്പ് സിൽക്കിലോ ഏതിലോ ഓർഗൻസിലോ ഒക്കെ ഇതിന് ഷോൾ ഉണ്ടാക്കണം, ഡേ ചെയ്തിട്ട്. ഇക്കാണെങ്കിൽ സെയിം കളർ കിട്ടണം, ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഡേ ചെയ്യുന്ന ഐഡിയ നെബിലോട്ടി പറഞ്ഞത്. പ്ലെയിൻ വെച്ചിട്ടൊരു പിനാഫോർ ഡ്രസ്സ് തയ്ക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിനാഫോർ നല്ല ഇഷ്ടമാണ്. എൻ്റെ ഏജിനൊന്നും പറ്റിയ ഡ്രസ്സല്ല. മുമ്പത്തെ ചിന്താഗതിയിലാണെങ്കിൽ ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാന്നുള്ള ഒരു ചിന്താഗതിയാണ് എന്നും എനിക്ക് കിട്ടും. അപ്പോൾ പിനാഫോർ ആണോ എന്താ തയ്ക്കണമെന്ന് നോക്കണം. എന്തായാലും ഇത് കട്ട് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഈ വിട്ട കഫ്താൻ ഉണ്ടല്ലോ, ഇത് മീഷോന്നാണ് കേട്ടോ. 100-200 രൂപേൻ്റെ ഉള്ളിലുള്ളൂ ഇതിൻ്റെ റേറ്റ്. ഇതൊരു ക്രേപ്പ് മെറ്റീരിയൽ ആണ്, പക്ഷേ ഇടാൻ ഈ കാലാവസ്ഥയിൽ ഇടാൻ യാതൊരു ബുദ്ധിമുട്ടില്ല, നല്ല സുഖമാണ് കേട്ടോ ഇത് ഇടാൻ. ടാഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യും. അടുത്ത ശനിയാഴ്ച ഞങ്ങൾ കോഴിക്കോട് പോകാൻ പ്ലാൻ ഇട്ടോ. ഇൻഷാല്ലാ. കോഴിക്കോടാണല്ലോ റെനമോളിൽ. അപ്പോൾ റെനമോളൊക്കെ കൂട്ടി കോഴിക്കോട് ബീച്ചിലൊക്കെ പോകണം, കറങ്ങണം എന്നൊക്കെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡ്രസ്സ് അടിക്കുന്നത്. അപ്പോൾ റെനമോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു, മമ്മൻ്റെ അടുത്തുള്ള ആ മഞ്ഞോണ്ട് എനിക്ക് ഡ്രസ്സ് തയ്ക്കണം എന്ന്. ഓളെ ഏതൊരു വീഡിയോയിൽ കണ്ടതാണ് ഈ ഒരു മഞ്ഞ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് തയ്ച്ചു തന്നിട്ട് മമ്മ. ഓളെ ഫേവറേറ്റ് കളറാണ് മസ്റ്റാർഡ് യെല്ലോ ഒക്കെ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടോ അല്ലെങ്കിൽ അതേപോലെ ഈ വെൽവെറ്റും മോൾക്ക് വേണ്ടി മേടിച്ചതാണ്. പറ്റുകയാണെങ്കിൽ ഇതുകൊണ്ട് ഏതുകൊണ്ടിലൊക്കെ തയ്ക്കാം. ആദ്യം എൻ്റെ ഡ്രസ്സ് തയ്ക്കൽ കഴിയുമോ നോക്കട്ടെ. ഈ ജൂണിൽ എന്തായാലും എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പുറത്ത് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇപ്പം എന്തായാലും ഫോണിലത്തെ ചാർജ് കഴിയാനായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഇടി പിടിച്ചിട്ട് എടുത്താലൊന്നും സ്റ്റിച്ചിങ് വീഡിയോ ക്ലിയർ ആവില്ല. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് നല്ല വൃത്തിയിൽ വേണം സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ. നിങ്ങൾക്ക് അടിക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലാതെ ഞാൻ അടിക്കണേ കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഞാൻ അതുകൊണ്ട് എന്താ കാട്ടിക്കൂട്ടാൻ പറ്റുക നോക്കട്ടെ. മേൽപ്പറഞ്ഞ കളി തന്നെ ഒരു 200 വട്ടം. Ready, 1, 2, 3. Okay.
മതി. ഏതൊക്കെ തൊണ്ട് പിന്നെ ഇടയ്ക്ക് ഇപ്പൊ യാമിക്കുട്ടി കോഴിമുട്ട കഴിച്ചു, പഴം കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു. ഞങ്ങളെ ഫേവററ്റ് അപ്പുചായ് അല്ലേ? അപ്പുചായ് എങ്ങനെയുണ്ട്? പരിപാടിയൊക്കെ കഴിഞ്ഞതാ യാമിക്കുട്ടി കിടക്കാൻ തുടങ്ങാണല്ലേ? യാമിക്കുട്ടിയെ എക്സ്പെക്ടേഷൻ മാസ് റിയാലിറ്റി പറഞ്ഞ പോലെ എന്തൊക്കെയോ എടുക്കണം എന്ന് വെച്ച് തുടങ്ങിയതാ. ഞാൻ വിചാരിച്ച പോലെയുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അടുത്ത വ്ളോഗ് ഇൻഷാല്ലാ മോളൊക്കെ ആയിട്ട് ഞങ്ങൾ കോഴിക്കോടൊക്കെ പോണതായിരിക്കും. ആ വ്ളോഗായിട്ട് കാണല്ലേ യാമി? യാമി ഇറങ്ങിയോ? ഉറക്കം വലിക്കണയൊക്കെ ഉണ്ട്. വണ്ടി പോകാനേ എങ്ങനെ കുറുക്കം വലിക്കാം? എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞ ഗുഡ് നൈറ്റ് പറഞ്ഞ എല്ലാവർക്കും പറയാം ഗുഡ് നൈറ്റ് പറയും. യാമിക്കുട്ടിയെ നമുക്കൊരു ഉമ്മ കാട്ടിക്കാം.